Page number 22. Learning is fun. Our second unit. അല്ലേ? രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. Learning is fun. Do you feel learning is fun? Is it right? What do you feel? പഠിക്കാൻ ഇഷ്ടമാണ് നിങ്ങൾക്ക്? അതോ മടിയന്മാരാണോ? പഠിക്കാൻ ഇഷ്ടമാണ്. Okay, very good. Learning is fun. Our second unit. Get set. Page number 22. Has anything interesting happened to you on your way to school? It's a question to you. Has anything interesting happened to you on your way to school? നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് രസകരമായ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? Has anything interesting happened to you on your way to school? Okay. പറ, ഉണ്ടോ? സ്കൂളിൽ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലേ? അതിരെ ഉണ്ടായിട്ടുണ്ട്. Okay, share your experience with us. ഒരു പ്രാവശ്യം ഇവിടെ പേപ്പട്ടി ഇറങ്ങിയപ്പോ ആ സ്കൂളിന്റെ അവിടെ കേറിയിരുന്നേ. അന്നേരം നമ്മളെ ഒരു മുറിയിൽ അടച്ചിട്ടിട്ടുണ്ടായിന്. അത് കൊറേ കഴിഞ്ഞ് ഉച്ചല്ലായിന് പേപ്പട്ടിയെല്ലാം പോവാൻ. അതെയാ? ഓക്കെ. നെക്സ്റ്റ്, വേറെ ആർക്കെങ്കിലും നൈസ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? യെസ്, യുവാന. ഞാൻ എപ്പോഴും സ്കൂളിൽ പോകുമ്പോ എനിക്കൊരു പെറ്റ് ക്യാറ്റ് ഉണ്ടായിരുന്നു. അവൾ എപ്പോഴും എന്റെ പുറകെ വരുമായിരുന്നു. സ്കൂളിൽ പോകാൻ സമ്മതിക്കില്ലായിരുന്നു. ബസ്സിലൊക്കെ കയറി ഓടി കയറുമായിരുന്നു. വെരി നൈസ്. ആൻഡ് അനദർ വൺ. വസുദേവേ, എന്റെ മോന് വീഡിയോ ഓൺ ആക്കാൻ പറ്റുമോ? ആരാമ ടേൺ ഓൺ വീഡിയോ? ഓക്കെ. വേറെ ആർക്കും എക്സ്പീരിയൻസ് ഇല്ലേ? സ്കൂളിലേക്ക് പോകുന്ന വഴി നല്ല എക്സ്പീരിയൻസ് ആർക്കും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടില്ലേ ശ്രീ വിഷ്ണു? പോയിട്ട് വരുമ്പോഴാണ് ഒരു കാര്യം. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും എൻ്റെ ഒരു കുഞ്ഞി പട്ടിക്കുഞ്ഞ് ചാടി മേത്തോട്ട് വലിയ എന്നിട്ട് ഞാൻ വീടിനകത്തോട്ട് കയറുമ്പോഴത്തേക്കും അത് കാലിൽ പിടിച്ചു വലിയ പുറത്തോട്ട് പിടിച്ചു വലിക്കും. Okay. Discuss the following. There we can see 5 pictures. Okay. കുറച്ച് പിക്ചേഴ്സ് കാണാൻ പറ്റുന്നില്ല ഇവിടെ? ഉണ്ടല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? Discuss the following. What is the boy doing? എന്താ കുട്ടി ചെയ്യുന്നത്? What is the boy doing? Next question. Where is he going? അവൻ എങ്ങോട്ടേക്കാണ് പോകുന്നത്? What happens on the way? ആ പോകുന്ന വഴിയിൽ എന്താ സംഭവിച്ചത്? Discuss in a group the story illustrated in these pictures. Share your story with the class. Now listen to the poem read by your teacher. Did your story match the events in the poem? Miss ഒരു poem വായിച്ചു തരാം. Okay, ഒരു poem വായിച്ചു തരാം. നിങ്ങൾ ആ പിക്ചർ മാത്രം നോക്കിയാൽ മതി. മിസ് poem വായിച്ചു തരാം. അപ്പൊ അതിന്റെ സ്റ്റോറി നിങ്ങൾക്ക് മനസ്സിലാവും. Just as page number 22. We are not going to discuss the enrichment activities. Okay, enrichment activities exam oriented ആയിട്ട് വരുന്നില്ല. എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം നമുക്ക് ക്ലാസ് എടുത്ത് പോവാം. Okay. Okay, മിസ് പോയം വായിക്കാം. At 7 o'clock, നിങ്ങൾ ആ പിക്ചർ മാത്രം നോക്കിയാൽ മതിയേ. At 7 o'clock, I woke up late. At 7 o'clock, I woke up late. എന്താ മീനിങ്? 7 മണിയാവുന്ന സമയത്ത് ഞാൻ എന്താ വൈകി എണീറ്റത് അല്ലേ? At 7 o'clock, I woke up late. I put my clothes on inside out. At 8 o'clock, I spilled my milk. പിന്നെ ഞാൻ വേഗം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് 8 മണിയാകുമ്പോ പാലൊക്കെ കുടിച്ചു അല്ലേ? At 8 o'clock, I spilled my milk.
and caused a mess that made me shout. On my way to school, a dog jumped up and licked my face. Noka. Second picture kando. The dog is licking his face. അല്ലേ? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡോഗ് വന്നു അല്ലെ, ഒരു പട്ടിക്കുട്ടി വന്നിട്ട് അവന്റെ മുഖം ലിക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. And caused a mess that made me shout. On my way to school, a dog jumped up and licked my face. At 9 o'clock, that dog and I began a speedy race. Third picture നോക്കുക. Third picture. അവരെന്ത് ചെയ്തു? ഒരു 9 മണിയാവുന്ന സമയത്ത് ആ ഡോഗും അവനും കൂടി, ആ ബോയും കൂടി സ്പീഡിൽ നടക്കാൻ വേണ്ടി തുടങ്ങി. എങ്ങോട്ടേക്കാ? On the way to school. A dog jumped up and licked my face. At 9 o'clock, the dog and I began a speedy race. We ran until we reached my school. We ran until vare. We ran until we reached my school. നമ്മുടെ സ്കൂൾ എത്തുന്നവരെ ഓടിക്കൊണ്ടേയിരുന്നു, ഓടാൻ വേണ്ടി തുടങ്ങി. He stayed right by my side. അവന്റെ സൈഡിലായിട്ട് തന്നെ നിന്നു. നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ടാണ് മിസ് സ്പീഡിൽ എടുക്കുന്നത്. At 10 o'clock, that friendly dog just followed me inside. 10 മണിയാവുമ്പോഴും ആ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോഗ് എന്റെ കൂടെ തന്നെ വരികയാണ്. My teacher will be mad, I thought. അയ്യോ, എന്റെ ടീച്ചർക്ക് ദേഷ്യം വരും അല്ലേ, ഞാനൊരു ഒന്നാമത് ഞാൻ ലേറ്റ് ആയിട്ടാണ് ക്ലാസ്സിൽ കയറുന്നത്. അപ്പൊ ഒരു ഡോഗിനെ കൊണ്ട് കയറുമ്പോഴോ ടീച്ചർക്ക് എന്തായിട്ടും ദേഷ്യം വരും, ടീച്ചർക്ക് ഭ്രാന്ത് പിടിക്കുന്നു വിചാരിച്ചു. എന്നിട്ടോ my teacher will be mad, I thought. ഞാൻ ചിന്തിച്ചു, thought. To see me late with a great big dog. ഞാൻ ഈ വലിയ ഡോഗിനെ കൊണ്ട് ലേറ്റ് ആയിട്ട് വരുന്ന സമയത്ത് ടീച്ചർക്ക് എന്തായിട്ടും ദേഷ്യം വരും എന്ന് വിചാരിച്ചു. But I had forgotten it was animal day. പക്ഷെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? What is the specialty of that day? That was an animal day അല്ലേ? അന്ന് ആനിമൽ ഡേ ആയിരുന്നു. The teacher had even brought a frog. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? പിക്ചർ 4 നോക്കിയേ, 4th പിക്ചർ നോക്കിയേ. ടീച്ചറിന്റെ കയ്യിൽ എന്താ? She brought a frog. The teacher had even brought a frog. At 11 o'clock, we had a show with pets of every size. 11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് എന്താ ഉണ്ടായിരുന്നത്? പെറ്റ്സിനെ കൊണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു ഷോ ഉണ്ടായിരുന്നു. ആനിമൽ ഡേ അല്ലേ? വിത്ത് പെറ്റ്സ് ഓഫ് എവറി സൈസ്, എല്ലാ സൈസിലുള്ള പെറ്റ്സിനെയും കൊണ്ട്, ആനിമൽസിനെയും കൊണ്ടുള്ള ഒരു ഷോ ഉണ്ടായിരുന്നു. At 12 o'clock, my great new pet and I had won a prize. എന്നിട്ടോ 12 മണിയാവുമ്പോ ആർക്കാ സമ്മാനം അടിച്ചത്? ആ ഷോയില് നമ്മുടെ ഡോഗിനും ആ ബോയ്ക്കുമാണ്. ലാസ്റ്റ് പിക്ചർ കണ്ടോ? ലാസ്റ്റ് വിത്ത് ഷോസ് they won the prize. They won the first prize. സിമ്പിൾ ആണ്. നമുക്ക് ഇതും കാര്യമായിട്ട് വരുന്നതല്ല, നിങ്ങൾക്കൊരു ഫണ്ടിന് വേണ്ടി തന്നാണ്. എനിക്ക് കിടക്കാണ് ഇഷ്ടം പോലെ പഠിക്കാൻ വേണ്ടിട്ട്. കണ്ടോ? സെക്ഷൻ 1, the classroom in the train. The classroom in the train. കണ്ടോ? സിമ്പിൾ ആണ്, നല്ല രസമാണ്. മിസ് നല്ലൊരു സ്റ്റോറി പറഞ്ഞുതരാം ഇപ്പൊ. ഓക്കെ, ബിഫോർ ദാറ്റ് the classroom in the train അതൊന്ന് മിസ് വായിക്കാം, ഒറ്റ പ്രാവശ്യം വായിച്ചു തരാം. എന്നിട്ട് നോവലിന്റെ സ്റ്റോറി പറഞ്ഞിട്ട് ഇത് പറഞ്ഞുതരാം. കണ്ടോ? പേജ് നമ്പർ 23. പേജ് നമ്പർ 23. സിമ്പിൾ ആണ് കേട്ടോ. This extract is from Toto-chan. How many of you read or how many of you heard about Toto-chan? How many of you heard about Toto-chan? Okay. What your experience? Just Juana. Did you read? Toto-chan എന്ന നോവൽ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട് ഇവിടെ? And Justice. Okay, Justice പറഞ്ഞോ. How is it? Comedy. It's very nice. Then Sri Vishnu. നല്ല രസമാണ്. അതിനകത്ത് ടോട്ടോ-ചാൻ ഞാൻ വായിച്ചതിനകത്ത്, ഒരു സെക്ഷനകത്ത് വായിച്ചതിനകത്ത് ടോട്ടോ-ചാൻ സഹായിക്കുന്നത്.
ഞാനും ടോട്ടോച്ചന്റെ ഇത് വായിച്ചിട്ടുണ്ട്. ഓ വായിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുമുണ്ട്. എപ്പോഴാ പഠിച്ചിട്ടുണ്ടായത്? ഏത് ക്ലാസ്സിലാണ് പഠിച്ചത്? ഓ 5ാം ക്ലാസ്സില് 5th മലയാളത്തിലാണോ പഠിച്ചേ? ഇംഗ്ലീഷിലും പഠിച്ചിട്ടുണ്ട്. ഓക്കെ. ദ ക്ലാസ് റൂം ഇൻ ദ ട്രെയിൻ. നമ്മുടെ ലെസന്റെ ടൈറ്റിൽ എന്താണ്? ദ ക്ലാസ് റൂം ഇൻ ദ ട്രെയിൻ. നമ്മുടെ യൂണിറ്റിന്റെ പേരെന്താ? ലേണിംഗ് ഈസ് ഫൺ അല്ലേ? ലേണിംഗ് ഈസ് ഫൺ. അപ്പൊ തീർച്ചയായിട്ടും എന്തിനെ കുറിച്ചുള്ളതായിരിക്കും? ലേണിംഗിനെ കുറിച്ചുള്ളതായിരിക്കും നമ്മുടെ ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ്. ഓക്കെ. ദ ക്ലാസ് റൂം ഇൻ ദ ട്രെയിൻ. ട്രെയിനിൽ ക്ലാസ് റൂം ഉണ്ടാവൂടോ? ദ ക്ലാസ് റൂം ഇൻ ദ ട്രെയിൻ ഉണ്ടാവോ? ട്രെയിനിൽ ക്ലാസ് റൂം ഉണ്ടാവോ? നമുക്ക് നോക്കാം അല്ലെ. ദ ക്ലാസ് റൂം ഇൻ ദ ട്രെയിൻ. ദിസ് എക്സ്ട്രാക്ട് ഈസ് ഫ്രം ടോട്ടോ ചാൻ. ഈ ഭാഗം എവിടെ നിന്നെടുത്താണ്? ദിസ് എക്സ്ട്രാക്ട് ഈസ് ഫ്രം ടോട്ടോ ചാൻ. ടോട്ടോ ചാൻ എന്ന നോവലിലെ ഒരു ചെറിയ ഭാഗമാണ് എന്ത്? നമ്മുടെ ദ ക്ലാസ് റൂം ഇൻ ദ ട്രെയിൻ. ദിസ് എക്സ്ട്രാക്ട് ഈസ് ഫ്രം ടോട്ടോ ചാൻ. അശ്വിൻ, sit properly and look at your textbook. This extract is from Toto Chan. The little girl at the window. The little girl at the window. അതിന്റെ മറ്റൊരു പേരെന്താണ്? ടോട്ടോ ചാൻ എന്ന നോവലിന്റെ മറ്റൊരു പേരാണ് The Little Girl at the Window. The Little Girl at the Window. Okay. ഇനി മലയാളത്തിലാണെങ്കിൽ ഇതിന്റെ പേരെന്തായിരുന്നു അറിയോ? ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോന്റെ മലയാളത്തിലെ പേരെന്താണ്? ജനാലക്കരികിലെ വികൃതിക്കുട്ടി. ശരിക്കും ഈ നോവലിന്റെ പേരെന്താണ്? ടോട്ടോ ചാൻ. ടോട്ടോ ചാൻ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ഹൂ? ഇറ്റ് ഈസ് റിട്ടൺ ബൈ ടെറ്റ്സുഗോ കുറോയാനഗി. ടെറ്റ്സുഗോ കുറോയാനഗി. ടെറ്റ്സുഗോ കുറോയാനഗി is written, is the author of Toto Chan, The Little Girl at the Window. Okay. ഇവിടെ മീറ്റ് മൈ ടീച്ചർ ഉണ്ടായിരുന്നില്ലേ മിസ്സിന്റെ? എത്ര പേര് കണ്ടിട്ടുണ്ട് മിസ്സിന്റെ ആ മീറ്റ് മൈ ടീച്ചറില്? ഞാൻ നിങ്ങൾക്ക് പറയാൻ എന്റെ മനസ്സിൽ ഞാൻ ഓർത്ത് വെച്ചിരുന്ന സ്റ്റോറി ടോട്ടോ ചാന്റെ ആയിരുന്നു. പക്ഷെ ബൈ മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞ സ്റ്റോറി മാറിപ്പോയി. ഇല്ല, ഞാൻ നിങ്ങൾക്ക് അന്ന് പറഞ്ഞുതരാൻ വിചാരിച്ച് എന്റെ മനസ്സിലുണ്ടായിരുന്ന സ്റ്റോറി ടോട്ടോ ചാൻ ആയിരുന്നു. That much influenced me. This novel that much influenced me. കുട്ടികളായ നിങ്ങൾക്കും വായിച്ചിരിക്കാൻ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു നോവൽ വേറെ ഇല്ല. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തു തരാണ് ജോയിലെ. എന്താ പറ്റുമെങ്കിൽ നല്ല തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു 1 ഇയറിനുള്ളിൽ തന്നെ ടോട്ടോ ചാൻ ഒന്ന് വായിക്കാം. ഓക്കെ. This extract is from Toto Chan, The Little Girl at the Window, an enchanting book by Tetsuko Kuroyanagi. It is one of the popular novel among all the novels that I read. ഞാൻ വായിച്ചതില് ഭയങ്കര പോപ്പുലർ ആയിട്ട് തോന്നിയ ഒരു നോവലാണ് ഇത്, ടോട്ടോ ചാൻ. എന്റെ കേസ് ഞാൻ പറഞ്ഞു. ഇത്രയും ഒരുപാട് ബുക്സ്, ഈ ടോട്ടോ ചാന്റെ ഒരുപാട് ബുക്സ്, അതായത് ഒരുപാട് കളക്ഷൻസ് വിറ്റഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞാൽ ഒരുപാട്. ഇത് ആക്ച്വലി റിട്ടൺ ബൈ, ദിസ് നോവൽ ഈസ് ആക്ച്വലി റിട്ടൺ ഇൻ ജാപ്പനീസ്. ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് ജാപ്പനീസ് ഗേൾ. ഒരു ജാപ്പനീസിലെ ഒരു കുഞ്ഞു കുട്ടീനെ കുറിച്ചിട്ടാണ് നമ്മുടെ സ്റ്റോറി. ഓക്കെ. ജീവ, വൈ ആർ യു ലൈറ്റ്? Don't repeat it. Page number 23. Page number 23. Okay. Noka. This extract is from Toto Chan, The Little Girl at the Window, an enchanting book by Tetsuko Kuroyanagi, nicknamed Toto Chan. Set in Tokyo during World War II. എവിടെയാണ് നടക്കുന്നത് നമ്മുടെ സ്റ്റോറി? Set in Tokyo. It is set in Tokyo during World War II. During World War II. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ടോക്കിയോയിലാണ് നമ്മുടെ ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.
Toto-chan is an inquisitive Japanese girl who asks too many questions and whom her teacher finds unmanageable. Okay, unmanageable. Her mother takes her to a different kind of school, hoping that she would be happy and loved. Toto-chan begins her life in this new school that has all the railway carriages as classrooms. Miss Parnara. Okay, that. Okay. Next, third line noka. Third sentence. Toto-chan is an inquisitive Japanese girl. Inquisitive means excited ആയിട്ടില്ല, അതായത് എന്താ കൗതുകമുള്ള, എപ്പോഴും എല്ലാ കാര്യത്തിനോടും ഭയങ്കര എന്താ ആകാംക്ഷയുള്ളത്, എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ഒരു ആകാംക്ഷയുള്ള ഒരു കുട്ടി, ജാപ്പനീസ് ഗേളിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ടോട്ടോ-ചാൻ എന്ന കഥ നീങ്ങുന്നത്. നോക്കാം. Toto-chan is an inquisitive Japanese girl who asks too many questions and whom her teacher finds unmanageable. ആ കുട്ടിക്ക് എന്താ ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ടീച്ചറോട് എന്താ ഡൗട്ട്സ് ചോദിക്കാൻ മാത്രമേ നേരുള്ളൂ അല്ലെ? ഏത് സമയത്തും ആ കുട്ടിക്ക് ഒരുപാട് ഡൗട്ട്സ് ആണ്. നോക്ക, Toto-chan is an inquisitive Japanese girl who asks too many questions. ടീച്ചറിനോട് ഒരുപാട് ക്വസ്റ്റ്യൻസ്, എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും. Whom her teacher finds unmanageable. Unmanageable means what? Manage ചെയ്യാൻ പറ്റാത്തതാണ് അല്ലേ? And the teacher finds she is unmanageable. അവളെ മാനേജ് ചെയ്യാൻ പറ്റാണ്ടായി ആ സ്കൂളിൽ നിന്നും. Her mother takes her to a different kind of school, hoping that she would be happy and loved. ആ ടീച്ചർ എന്ത് ചെയ്തു? ആ കുട്ടീനെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവം, നമുക്കത് മാനേജ് ചെയ്യാൻ കുട്ടീനെ പറ്റുന്നില്ല, ഈ സ്കൂളിൽ നിന്ന് മാറ്റിക്ക്. എന്നിട്ട് ആ അമ്മ എന്ത് ചെയ്തു? ആ കുട്ടീനെ വേറെ സ്കൂളിൽ കൊണ്ടാക്കി. ആ സ്കൂളിൽ നിന്നാണ് കുട്ടി നന്നാവാൻ തുടങ്ങിയത്, നല്ല മോളാവാൻ തുടങ്ങിയത് ആ സ്കൂളിൽ നിന്നായിരുന്നു, അവളുടെ സെക്കൻഡ് സ്കൂളിൽ നിന്ന്. Toto-chan begins her life in this new school that has all the railway carriages as classrooms. അത് എങ്ങനെയുള്ള ക്ലാസ് റൂംസ് ആയിരുന്നു? പണ്ടത്തെ റെയിൽവേ കാരേജസ് ആയിരുന്നു അതിന്റെ ക്ലാസ് റൂം. സാധാരണ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഒരു റെയിൽവേ കാരേജസ് സ്കൂൾ ആക്കി ക്ലാസ് റൂം ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇവിടെ. ഓക്കെ, ഇനി മിസ് ടോട്ടോ-ചാന്റെ സ്റ്റോറി ഒന്ന് മലയാളത്തിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഈ കഥ പറഞ്ഞുതരാം. അപ്പൊ ടോട്ടോ-ചാന്റെ കഥയെ പറയുന്നത്, ഫസ്റ്റ് നമ്മുടെ നോവലിൽ കാണിക്കുന്നത് ടോട്ടോ-ചാൻ സ്കൂളിൽ പോകുന്നതാണ്. പഴയ സ്കൂളിൽ, ആദ്യത്തെ സ്കൂളിൽ ടോട്ടോ-ചാൻ പോവാണ്. കുഞ്ഞു മോളാണ്, ജാപ്പനീസ് ഗേൾ ആണ്. അവള് സ്കൂളിൽ പോകുന്നു. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വിൻഡോ ഉണ്ട് അവൾക്ക്. ഏത് സമയത്ത് അവൾ എന്ത് ചെയ്യും? ആ വിൻഡോയിൽ പോയിട്ട് നിൽക്കും. വിൻഡോ പോയി നിന്നിട്ട് അവിടുന്ന് എന്താ പണി? ബേർഡ്സ് സൗണ്ട് ആക്കുന്നത്. ബേർഡ്സ് എന്ത് ചെയ്യും? ബേർഡ്സ് സിംഗ് ചെയ്യും അല്ലെ? നമ്മൾ എന്താ പറയാ? ബേർഡ് സിംഗിങ് എന്നാ പറയാ. ബേർഡ്സിന്റെ കരച്ചിൽ നമ്മൾ സിംഗിങ് എന്നാ പറയാ. അപ്പൊ ഫുൾ ടൈം ഈ ബേർഡ്സ് എന്താ ചെയ്യുന്നത്? ഇല്ലേ, ട്രീസ് നോക്കിയിട്ട് ബേർഡ്സിന്റെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്യുകയാണ് ഇവരുടെ പരിപാടി. ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കില്ല. ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കും. ടോട്ടോ-ചാനോട് വന്നിരിക്കാൻ പറയും. പക്ഷെ ടോട്ടോ-ചാൻ എന്ത് ചെയ്യില്ല? അനുസരിക്കുകയില്ല. ടീച്ചർ പറയുന്നുണ്ടെന്നില്ല ഒരു ഭാവത്തിലും അവൾ നിൽക്കില്ല. പിന്നെ അവളുടെ പണി എന്താണെന്നറിയോ? അവളുടെ ടേബിൾ ഉണ്ട്, അതിലൊരു ഡ്രോയർ ഉണ്ടാവും അല്ലെ? ഇല്ലേ, നമ്മുടെ ടേബിള് കണ്ടിട്ടില്ലേ? സാധാരണ ടേബിള് നമ്മുടെ ഇവിടെ ഓഫീസിലൊക്കെ ഇല്ലേ, അതിലെന്തുണ്ടാവും? വലിപ്പുണ്ടാവും അല്ലെ? അവൾ എന്ത് ചെയ്യും? അതുപോലുള്ള വലിപ്പം നമുക്ക് ക്ലാസ് റൂമില്. എന്നിട്ടോ അവൾ എന്ത് ചെയ്യുന്നറിയോ? എല്ലാ ബുക്കും പേനയും പെൻസിലും ഒക്കെ അതിനുള്ളിൽ പൂട്ടി വെക്കും ആദ്യം. ഓക്കെ, എന്നിട്ട് പിന്നെ ഒന്നും കൂടി അത് തുറക്കും. എന്റെ ബുക്ക് മാത്രം എടുത്ത് ഡെസ്കിന്റെ മേലെ വെക്കും. പിന്നെ അത് പൂട്ടും. സൗണ്ട് ആക്കാണ്, ക്ലാസ് ഡിസ്റ്റർബ് ചെയ്യാണ് അവളുടെ പണി. ഓക്കെ, പിന്നെ ആദ്യം അവൾ ആ വലിപ്പ് തുറക്കും, പെൻസിൽ എടുക്കും, പിന്നെ അത് ടേബിളിന്റെ മുകളിൽ വെക്കും, പിന്നെയും വലിച്ചെടുക്കും. പിന്നെയും എടുക്കും ബോക്സ് എടുത്ത് ടേബിളിന്റെ മുകളിൽ വെച്ചു, പിന്നെയും അടക്കും. ഇത് തന്നെയായിരുന്നു പരിപാടി. എത്ര പറഞ്ഞാലും, ടീച്ചർ പറഞ്ഞാലും നിങ്ങളെ പോലെയല്ല, നല്ല അനുസരണ ഇല്ലാത്ത ഒരു മോളായിരുന്നു ആര്? നമ്മുടെ ടോട്ടോ-ചാൻ. എന്നിട്ടോ അവസാനം മടുത്തിട്ട് ആ ടോട്ടോ-ചാൻ എന്ത് ചെയ്തു എന്നറിയോ? ടോട്ടോ-ചാന്റെ അമ്മേനെ വിളിച്ചു.
അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾ സ്കൂളിൽ മാറ്റുന്നതായിരിക്കും, അല്ലെ വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ടോട്ടോച്ചാന്റെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. ഏതെങ്കിലും അമ്മയ്ക്ക് സന്തോഷം വരുമോ? ടീച്ചർ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങളുടെ മോളല്ലേ ഏച്ചിയുടെ മോള് നിങ്ങളുടെ മോള് പഠിക്കുന്നേ ഇല്ല, ഫുൾ ടൈം ക്ലാസ്സിൽ കുസൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതമ്മയ്ക്ക് ഇഷ്ടപ്പെടുക? അമ്മയ്ക്ക് സങ്കടാവില്ലേ? ആ അമ്മ എന്ത് ചെയ്തു? വേറെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർത്തു. ഓക്കെ, കൊബയാഷി മാസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ആ ഹെഡ് മാസ്റ്റർ എന്താ ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു അല്ലേ? എന്നിട്ടോ അവളെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങി. എങ്ങനെയുള്ള സ്കൂളായിരുന്നു? സാധാരണ ഒരു സ്കൂളിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്കൂളായിരുന്നു. ഏത്? രണ്ടാമത് പോയത് നമ്മുടെ ടോട്ടോച്ചാൻ രണ്ടാമത് പോയ സ്കൂള്. അവിടെ പണ്ടത്തെ റെയിൽവേ ക്യാരേജസ് ബോഗിയൊക്കെ ആയിരുന്നു എന്ത് ക്ലാസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ഓൾഡ് ഫാഷന്റെ കാറിലായിരുന്നു, അതുപോലെയുള്ള റെയിൽവേ ക്യാരേജസിലായിരുന്നു അവളുടെ ക്ലാസ് റൂം. അവിടെ നിന്നാണ് അവൾ എന്ത് ചെയ്തത്? നമ്മുടെ കൊബയാഷി മാഷ് എന്താണെന്നറിയാ പറയാ? സോറി, കൊബയാഷി മാഷ് എന്താണെന്നറിയാ പറയാ? സാധാരണ കുട്ടികൾ സ്കൂളിൽ വരുമ്പോൾ എങ്ങനെയുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് വരുന്ന പറയാ? നീറ്റ് ആയിട്ടുള്ള അയേൺ ചെയ്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ പറയുന്ന സമയത്ത് നമ്മുടെ കൊബയാഷി മാസ്റ്റർ കുട്ടികളോട് പറയുന്നത് എന്താണെന്ന് അറിയോ? മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളിൽ വന്നാൽ മതി അല്ലെ? അവർക്ക് ഓടിച്ചാടി കളിക്കാനും അവരിഷ്ടം പോലെ നടക്കാനും നമ്മുടെ നീറ്റ് ആയിട്ടുള്ള അയേൺ ചെയ്തിട്ടുള്ള ഡ്രസ്സ് ഒരു തടസ്സമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് എന്തിട്ട് കൊടുത്താൽ മതി? മുഷിഞ്ഞ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഡിഫറെന്റ് കാഴ്ചപ്പാടുള്ള ഒരു മാസ്റ്റർ ആയിരുന്നു ഒരു കൊബയാഷി മാസ്റ്റർ. ഓക്കെ, അവിടെ നിന്നാണ് അവള് സ്നേഹം എന്താന്ന്, ലവ് എന്താന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പഠിച്ചത്. അപ്പൊ ടോട്ടോച്ചാന്റെ ഒരു കുഞ്ഞു ഭാഗം അവള് രണ്ടാമത്തെ സ്കൂളിൽ പോയിട്ട് പോവുകയാണ്. ഫസ്റ്റത്തെ സ്കൂളിൽ വിട്ടിട്ട് രണ്ടാമത്തെ സ്കൂളിൽ അമ്മ കൊണ്ട് ചേർത്തിട്ട് ആ സ്കൂളിലേക്ക് പോവുകയാണ്. ആ ഭാഗമാണ് നമുക്ക് ക്ലാസ്സിൽ ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. എങ്ങനെയാണ് അവിടെ ന്യൂ സ്കൂള്, പുതിയ സ്കൂൾ എങ്ങനെയാണെന്ന് നോക്കി ഇവിടെ പറയുന്നുണ്ട്. നോക്കാം. ആര് റെഡി? ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലില്ലേ? ഉണ്ട്. ഓക്കെ, പേജ് നമ്പർ 23. പേജ് നമ്പർ 23. ജസ്റ്റസിന് ഇത്രയും നല്ല കഥ കേട്ടിട്ട് ഉറക്കാണ് ജസ്റ്റസ്. ഓക്കെ, പേജ് നമ്പർ 23. വസുദേവ്, Aramal, Joel, turn on a video. No one had arrived yet when Toto-chan go to the door of the railroad car the headmaster had told her would be her classroom. Speed ആവുന്നുണ്ടോ? സ്പീഡ് ആവുന്നുണ്ട് അല്ലേ? ഓക്കെ, മിസ് മെല്ലെ വെച്ചത്. No one had arrived yet when Toto-chan go to the door of the railroad car the headmaster had told her would be her classroom. കുറച്ച് വലിയ സെന്റൻസ് ആണ്. ഓക്കെ, it was an old fashioned car, one that still had a door handle on the outside. You took hold of the handle with both hands and slid the door to the right. Toto-chan's heart was beating fast with excitement as she peeped inside. Oh, studying here would be like going on a perpetual journey. The windows still had a baggage rack above them. All of you look at your textbook. Jiva, look at your textbook. The only difference was that there was a blackboard at the front of the car, and the lengthwise seats had been replaced by school desks and chairs, all facing forward. The hand straps had gone too, but everything else had been felt just as it was. Toto-chan went in and sat down at someone's desk. The wooden chairs resembled those at the other school. Afraz Yusuf, look at your textbook. Aramal and Joel, what are you doing? Turn on a video. Joel. But they were so much more comfortable, she could sit on them all day. Toto-chan was so happy and liked the school so much.
She made a firm decision to come to school every day and never take any holidays. Okay, look at your textbook. Meaning miss പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കാം. Okay, first sentence നോക്കുക, first paragraph നോക്കുക. No one had arrived yet when Toto-chan go to the door of the railroad car the headmaster had told her would be her classroom. എന്താണ്? No one had arrived yet when Toto-chan go to the door of the railroad car. Okay, അവൾ ആ റെയിൽ റോഡിലെ, അതായത് നമ്മുടെ കൊബായഷി മാസ്റ്റർ ആണ് ആര്? ഹെഡ് മാസ്റ്റർ. ഹെഡ് മാസ്റ്റർ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നിന്റെ ക്ലാസ് റൂം. ആ പറഞ്ഞ ക്ലാസ് റൂമിലേക്ക് അവൾ ആദ്യമായിട്ട് വരികയാണ്. ഓക്കെ, ഇവിടെ മുതലാണ് അവിടെ ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നത്. ആ സമയത്ത് ആരും തന്നെ വേറെ ഒരു കുട്ടികളും ആ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ടോട്ടോച്ചൻ ആയിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തത്. നോ വൺ ഹാഡ് യെറ്റ് അറൈവ്ഡ്. അറൈവ്ഡ് മീൻസ് എത്തിച്ചേരുക. അറൈവ്ഡ് മീൻസ് എത്തിച്ചേരുക. യെറ്റ് അതുവരെ, വരെ. ഓക്കെ, no one had arrived yet when Toto-chan go to the door of the railroad car the headmaster had told her would be her classroom. Railroad car ആണെന്ത്? അവളുടെ ക്ലാസ് റൂം. ഓക്കെ, വേറെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമല്ലോ, railroad car ആയിരുന്നു അവളുടെ ക്ലാസ് റൂം. ടോട്ടലി ഡിഫറെന്റ് ക്ലാസ് റൂം ആണ്. It was an old fashioned car. അതെന്തായിരുന്നു? എന്താ അവളുടെ ക്ലാസ് റൂം? It was an old fashioned car. ഒരു ഓൾഡ് ഫാഷനിൽ, പഴയ ഫാഷനിൽ ഒരു കാർ ആയിരുന്നു അവളുടെ ക്ലാസ് റൂം. One that still had a door handle on the outside. അതായത് പുറത്ത് ഡോർ ഹാൻഡിൽ ഉണ്ടാവില്ലേ പണ്ടത്തെ കാറിന്? പണ്ടത്തെ കാറിന് ഡോർ ഹാൻഡിൽ പുറത്തുണ്ടാകും. ഓക്കെ, അങ്ങനെയുള്ള അതേ ഒരു കാറിന്റെ മാതൃകയിൽ ഒരു ക്ലാസ് റൂം ആയിരുന്നു എന്ത്? അല്ല, മാതൃകയിൽ ഒരു കാർ ആയിരുന്നു എന്ത്? അവളുടെ ക്ലാസ് റൂം. It was an old fashioned car. One that still had a door handle on the outside. അതായത് പുറത്ത്, outside means പുറത്ത് ഡോർ ഹാൻഡിൽ ഉള്ള പണ്ടത്തെ ഒരു ഓൾഡ് ഫാഷൻഡ് കാർ ആയിരുന്നു അവരുടെ ക്ലാസ് റൂം. You took hold of the handle with both hands and slid the door to the right. കൊബായഷി മാസ്റ്റർ എന്താ പറഞ്ഞെന്നറിയോ? You took hold of the handle with both hands and slid the door to the right. നീ ഒരു കാര്യം ചെയ്യാം, ആ രണ്ട് കൈ കൊണ്ടും, നിന്റെ രണ്ട് കുഞ്ഞു കൈകൾ കൊണ്ടും നീ ആ ഡോർ ഹാൻഡിൽ പിടിച്ചിട്ട് റൈറ്റിലേക്ക് ആ ഡോർ സ്ലിഡ് ചെയ്യുക, മാറ്റുക. Toto-chan's heart was beating fast with excitement. Excitement means what? Excitement എന്താ? ആകാംക്ഷയാണ് അല്ലെ? Excitement മീനിങ് അറിയില്ലേ മക്കളെ? എഴുതി വെക്കണേ. Excitement means ആകാംക്ഷ. You took hold of the handle with both hands and slid the door to the right. Toto-chan's heart was beating fast with excitement as he peeped inside. What do you mean by peeped? Peeped. നിങ്ങൾ എക്സാമിന് ചെയ്യുന്ന കാര്യം ചെയ്യാറുണ്ടോ? എക്സാമിന് നിങ്ങൾ പീപ്പ് ചെയ്യാറുണ്ടോ? അപ്പുറത്തിരിക്കുന്നതിന്റെ പേപ്പർ ഒളിഞ്ഞു നോക്കാറുണ്ടോ? ഉണ്ടോ? നോ. നല്ല കുട്ടികളാണ് എന്റെ മക്കൾ അല്ലേ? ഓക്കെ, അപ്പൊ പീപ്പ് മീൻസ് ഒളിഞ്ഞു നോക്കുക അല്ലെങ്കിൽ എത്തി നോക്കുക. പീപ്പഡ്, എത്തി നോക്കുക. മീനിങ് അറിയില്ലെങ്കിൽ എഴുതി വെക്കണേ. പീപ്പഡ്. ഓക്കെ, Toto-chan's heart was beating fast with excitement as she peeped inside. Toto-chande ഹാർട്ട് എങ്ങനെ ഇടിക്കുന്നത്? നമുക്ക് എക്സൈറ്റ്മെന്റ് വരുമ്പോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്ന സമയത്ത് എങ്ങനെയാ നിങ്ങളുടെ ഹാർട്ട്? പട 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 പടാന്നിരിക്കും അല്ലെ? ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ ഓർ ആൻസർ പേപ്പർ. ആൻസർ പേപ്പർ ആയാലും ആൻസർ പേപ്പർ കിട്ടുന്നത് എത്ര മാർക്കാണോ, അയ്യോ ഈശ്വര ഫെയിൽ ആയി പോകുമോ എന്നൊക്കെ പഠിച്ചിട്ട് ഹാർട്ട് ഇടിക്കില്ലേ സ്പീഡില്? ഉണ്ടാവും അല്ലെ? നിങ്ങളൊരു പുതിയ സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ആരെയും അറിയില്ല, എങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും അറിയില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വേണ്ടുന്ന നമുക്ക് അതേ ഒരു ഫീലിംഗ് ഉണ്ടാവും അല്ലെ? നമ്മുടെ ഹാർട്ട് ഫാസ്റ്റില് ബീറ്റ് ചെയ്യും. Toto-chan's heart was beating fast with excitement. അവളുടെ ഹാർട്ടും എങ്ങനെ ഇടിച്ചിട്ടുണ്ട്? ഫാസ്റ്റ് ആയിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? പുതിയ സ്കൂളിൽ പോവാണ്, നല്ല ആകാംക്ഷയുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ അവളുടെ ഒരുപാട് ഡൗട്ട്സ് ആണ് അവർക്കെല്ലാം അല്ലെ? അവൾക്ക് എന്തുകൊണ്ടാണ് അവൾക്ക് എല്ലാത്തിനും ഡൗട്ട്സ്? എക്സൈറ്റ്മെന്റ് ആണ്. ആ ഒരു കാര്യം, പുതിയ കാര്യം അറിയാനുള്ള എക്സൈറ്റ്മെന്റിൽ അവളുടെ ഹാർട്ട് പടാൻ കഴിച്ചു. Toto-chan's heart was beating fast with excitement as she peeped inside. എങ്ങനെയാ? ഉള്ളിലേക്കൊന്ന് എത്തി നോക്കി ഡോർ തുറന്നിട്ട്.
അവൾക്കൊരു എക്സൈറ്റ്മെന്റിൽ അവളുടെ ഹാർട്ട് ഇടിച്ചോണ്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഒന്നുകൂടി മിസ് പാരഗ്രാഫ് വായിച്ചു തരാം. ഓക്കെ. No one had arrived yet when Toto Chan got to the door of the railroad car the headmaster had told her would be her classroom. It was an old-fashioned car, one that still had a door handle. Don't look at me. Handle on the outside. You took hold of the handle with both the hands and slid the door to the right. Toto Chan's heart was beating fast with excitement as she peeped inside. ഇത്രയും മനസ്സിലായോ? ഈ കുഞ്ഞു പാരഗ്രാഫ് മനസ്സിലായോ? Say yes or no. കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ യെസ് പറഞ്ഞാൽ മതി മിസ്സിനോട്. ഓക്കെ, ജസ്റ്റ് മനസ്സിലായോ? Then why are you sitting like this? Please stand up. Okay, sit down. എന്ത് പറ്റുന്നൊരു ഉഷാറില്ലല്ലോ? Afraz, Aromal and Vasudev, turn on the video. Okay, next paragraph. Studying here would be like going on a perpetual journey. The windows still had baggage racks above them. The only difference was that there was a blackboard at the front of the car, and the lengthwise seats had been replaced by school desks and chairs all facing forward. The hand straps had gone too, but everything else had been left just as it was. Toto Chan went in and sat down at someone's desk. The wooden chairs resembled those at the other school, but they were so much more comfortable. She could sit on them all day. Toto Chan was so happy and liked the school so much. She made a firm decision to come to school every day and never take any holidays. I think that's enough for today. പോരെ, ഇന്നത്തേക്ക് ഇത് പോരെ? നമുക്കിനി 3 മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ. Okay, Adira, read the first paragraph. No one had arrived yet when Toto Chan got to the door of the railroad car the headmaster had told her would be her classroom. It was an old-fashioned car, one that still had a door handle on the outside. You took hold of the handle with both hands and slid the door to the right, but beating fast with excitement as she peeped inside. Okay, that's enough. Next. Who will read the next? Okay, Harinand. Oh, studying her would be like read the first paragraph. No one had arrived yet when Toto Chan got to the door of the railroad car the headmaster had told her would be her classroom. It was an old-fashioned car, one that still had a door handle on the outside. You took hold of the handle with both hands and slid the door to the right. Toto Chan's heart was beating fast with Not heart, heart. Heart was beating fast with excitement. Excitement as she peeped inside. Okay, next. Sri Vishnu. Read the first paragraph. First paragraph. No
had arrived yet when Toto-chan got to the headmaster has told her classroom. It was an old fascinated car that still had a door handle. Okay, before that, നമ്മുടെ ക്ലാസ് ഏത് സമയത്തും വൈൻഡപ്പ് ആവേ, കട്ടായി പോകും നമ്മുടെ ക്ലാസ്. 1 മിനിറ്റിന് താഴെ ഉള്ളൂ. ഓക്കെ, റീഡ്. You took hold of the hand with both hands and Toto-chan's heart was beating fast with excitement as she inside. Standing her with the right the window still had glass